ഉമ്മി നാളെ എനിക്ക് ചോറ് വേണ്ട. ആരാ? എൻ്റെ മോളാട്ടോ. ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉമ്മിച്ചി എന്താ എപ്പോഴും എനിക്ക് ചോറ് തന്നു വിടുന്നത്, എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തന്നു വിട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ വന്നിട്ട് ഇതായിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അവൾക്ക് ചോറൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും വേണം. ജ്യൂസ് നിർബന്ധമാണ്, എന്തെങ്കിലും സ്നാക്സും വേണം. ചോറ് ആ കുട്ടിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. വീട്ടിൽ നിന്നാൽ ചോറ് കഴിക്കില്ല, സ്കൂളിൽ കൊടുത്തു വിട്ടാൽ ചോറ് കഴിക്കും. അതുകൊണ്ട് ഞാൻ എന്നും ചോറാണ് കൊടുത്തു വിടുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വന്നിട്ട് പറഞ്ഞത് ഇന്ന് എനിക്ക് ചോറ് വേണ്ട, ഇനി എനിക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന മതി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ദോശയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാമ്പാറും ചമ്മന്തിയും ആക്കി. അങ്ങനെ ഇഡലി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പം പറയുകയാണ് ഇഡലി വേണ്ട, എനിക്ക് ദോശ മതിയെന്ന്. അപ്പോൾ കഴിക്കാനായിട്ട് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്ക് മാത്രമായിട്ട് ഒരു 4 ദോശ ഉണ്ടാക്കി ലഞ്ച് ബോക്സിലാക്കി. ആളൊരു BTS ഫാനാണ് കേട്ടോ. കൊറിയയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ കൊറിയയിൽ പോയേ പഠിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ പറയും ഞാൻ കൊറിയയിൽ പോയി സെറ്റായിട്ട് ഉമ്മിച്ചയും വാപ്പിച്ചയും കൊണ്ടുപോകാട്ടോ എന്നൊക്കെ. പിന്നെ ആൾ 9ലാട്ടോ പഠിക്കുന്നത്. സ്കൂള് വിട്ട് ട്യൂഷന് പോവും. ട്യൂഷന് പോയി കഴിഞ്ഞ് 6 മണിക്കാണ് വിടുന്നത്. ഇവിടെ വരുമ്പം ഒരു 6:15 കേട്ടോ. അപ്പം അടുത്താണ് ട്യൂഷൻ സെൻറ്റർ, അതുകൊണ്ട് തന്നെ 6:15 വീട്ടിലെത്തിക്കോളും. പിന്നെ ഞാൻ കഴിക്കാനായിട്ടുള്ള ഇഡലി റെഡിയാക്കി എടുക്കുവാണ്. വോയിസ് കൊടുത്തത്ര ശീലമില്ലാത്തതുകൊണ്ട് വോയിസ് കൊടുക്കുമ്പോൾ ഒരു ചില അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ തെറ്റിപ്പോകും കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇഡലിയൊക്കെ റെഡിയായി. ഞങ്ങളിവിടെ കല്ലിൻതാഴെ ജംഗ്ഷനിലാട്ടോ താമസിക്കുന്നത്, അതുകൊണ്ടാണ് ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടത്. പിന്നെ 2 ഏത്തപ്പഴവും കൂടെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾ റെഡിയായി. ഇനി അവൾക്ക് വാരി കൊടുക്കണം, ഇല്ലെങ്കിൽ കഴിക്കത്തില്ല. മുഴുവനും കഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബായ്, നാളെ കാണാം.